അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 60ആണ്. 6 വർഷങ്ങൾക്ക് മുൻപ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയായിരുന്നു അച്ഛന്റെ വയസ്സ്. എങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് എത്ര? ഓക്കെ, ഇപ്പോൾ ഉള്ള കേസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ മകന്റെ വയസ്സുണ്ട്, അച്ഛന്റെ വയസ്സുണ്ട്. അത് രണ്ടിന്റെയും തുക 60ആണ്. പിന്നെ പറഞ്ഞു 6 വർഷങ്ങൾക്ക് മുൻപ് 6 വർഷങ്ങൾക്ക് മുൻപ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയായിരുന്നു അച്ഛന്റെ വയസ്സ്. അപ്പൊ 6 വർഷങ്ങൾക്ക് മുൻപ് മകന്റെ വയസ്സ് എത്രയായിരിക്കും? എമ്മിൽ നിന്ന് ഒരു 6 പോയതായിരിക്കും. അച്ഛന്റെ വയസ്സ് എത്രയായിരിക്കും? എയേക്കാൾ 6 കുറവായിരിക്കും. ഇപ്പോൾ ഉള്ളത് എ ആണ്, ഇപ്പോൾ ഉള്ളത് എം ആണ്. മകൻ, അച്ഛൻ. 6 വർഷങ്ങൾക്ക് മുൻപ് മകന് 6 വയസ്സ് കുറവായിരിക്കും, അച്ഛനും 6 വയസ്സ് കുറവായിരിക്കും. അപ്പൊ 6 വർഷങ്ങൾക്ക് മുൻപുള്ള രണ്ടാളുടെയും വയസ്സാണ് ഇത്. ഇനി 6 വർഷങ്ങൾക്ക് മുൻപ് അത് തമ്മിലുള്ള ഒരു റിലേഷൻ തന്നത് എന്താണ്? മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയായിരുന്നു അച്ഛന്റെ വയസ്സ്. അപ്പൊ മകന്റെ വയസ്സിന്റെ 5 ഇരട്ടി എടുത്താൽ എന്ത് കിട്ടും? അച്ഛന്റെ വയസ്സ് കിട്ടും 6 വർഷങ്ങൾക്ക് മുൻപ്. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ മകന്റെ വയസ്സ് മൈനസ് 6 ഇൻറ്റു 5 എന്തിന് തുല്യമാണ്? അച്ഛന്റെ അന്നത്തെ വയസ്സിന് തുല്യമാണ്. അതിനെ ഒന്ന് ഗുണിച്ചെഴുതിയാൽ 5m മൈനസ് 30 ഈക്വൽ ടു a മൈനസ് 6 എന്ന് കിട്ടും. ഇനി 5m അവിടെ വെച്ചു, മൈനസ് a ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് a ഉള്ളത് മൈനസ് a ആവും, ഈക്വൽ ടു ഈ 30 മൈനസ് 30 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 30 ആവും, മൈനസ് 6 അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 5m മൈനസ് a മൈനസ് എ ഈക്വൽ ടു 30 6 പോയാൽ 24. ഇതൊരു ഇക്വേഷൻ ആണ്. ഇതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. എം പ്ലസ് എ എന്താണ്? എമ്മും എയും കൂട്ടിയാൽ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക, രണ്ടാളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 60 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടേക്ക് എടുത്തെഴുതാം. എം പ്ലസ് എ ഈക്വൽ ടു 60. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ കൂട്ടിയാൽ ഇവിടെ ഒരു മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എ ഉണ്ട്. കൂട്ടുന്ന സമയത്ത് അത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഇനി 5m പ്ലസ് 6m എന്താണ്? അല്ല, 1m എന്താണ്? 6m. 5m പ്ലസ് 1m ഈക്വൽ ടു 6m. എയും എയും ക്യാൻസൽ ആയി പോയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ വേറെ ഒന്നുമില്ല. 24 പ്ലസ് 60 എന്താണ്? 84. അപ്പൊ എം എന്തായെന്ന് കിട്ടി? 84/6 ഈക്വൽ ടു 14 എം എന്ന് കിട്ടി. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എന്താണ്? മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ്, അത് 14 എന്ന് കിട്ടി. ചോദ്യം എന്താണ്? 6 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ്. അപ്പൊ 6 വർഷങ്ങൾക്ക് ശേഷമുള്ളത് കിട്ടാൻ 14 പ്ലസ് 6 ഈക്വൽ ടു 20 6 വർഷങ്ങൾക്ക് ശേഷമുള്ള മകന്റെ വയസ്സ്. ഇനി 6 വർഷങ്ങൾക്ക് ശേഷമുള്ള അച്ഛന്റെ വയസ്സാണ് ചോദിച്ചെങ്കിലോ? ഇവിടെ ഇതേ ഇക്വേഷൻ എം പ്ലസ് എ ഈക്വൽ ടു 60 ആണെന്ന് നമുക്കറിയാം. എം എത്രയാണെന്ന് നമുക്ക് കിട്ടി? 14 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോ എ എത്രയായിരിക്കും? എ 46 ആയിരിക്കും. 46ഉം 14ഉം 60 ആയതുകൊണ്ട് അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് 46 ആണ്. ഇനി 6 വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ വയസ്സ് ചോദിച്ചാലോ? ആ 46നോട് ഒരു 6 കൂട്ടിയാൽ 52 ആയിരിക്കും അച്ഛന്റെ വയസ്സ്. അപ്പൊ മകന്റെ വയസ്സാണെങ്കിൽ 20, അച്ഛന്റെ വയസ്സാണെങ്കിൽ 52.